ഇസ്ലാമിനെ മാത്രം അവർ വിമർശിക്കുന്നു, അല്ലെങ്കിൽ ഇസ്ലാം മാത്രം വിമർശിക്കപ്പെടുന്നു എന്നുള്ളത് അത് അതിൻ്റെ ഇടക്ക് നമ്മൾ ഈ എന്താ പറയുക വീണത വിദ്യയാക്കുന്ന ഫിലോസഫിയിൽ പോസ്റ്റ് ഫാക്ടോ റീസണിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് സംഭവിക്കരുത്, സംഭവിച്ചാൽ അത് നല്ലതിനാണെന്ന് വരുത്തുക. പോസ്റ്റ് ഫാക്ട് ഉണ്ടായതിനു ശേഷം റീസണിങ് എന്ന് പറഞ്ഞതുപോലെ സമൂഹത്തിൽ ഇസ്ലാം മാത്രം വിമർശിക്കപ്പെടുന്നു എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു സക്രിയതയുടെ ആശയപരമായ എന്നും ഇപ്പോൾ ഒരു നൂറ്റാണ്ട് മുമ്പ് ഞങ്ങളുടെ ഒരു ക്ലീശ ഡയലോഗ് അനുസരിച്ച് 19-ാം നൂറ്റാണ്ടിൽ ലോകത്തെ ഭൗതികവാദികൾ പറഞ്ഞു 20-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം ഉണ്ടാവില്ല എന്ന്. പക്ഷെ 20-ാം നൂറ്റാണ്ടായപ്പോൾ ഇസ്ലാം ബാക്കിയായി. 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടാവില്ലെന്ന് പ്രവചിച്ചവരില്ല. 20-ാം നൂറ്റാണ്ടിൽ ആവർത്തിച്ചു പലരും 21-ൽ ഇസ്ലാം ഉണ്ടാവില്ല, 21-ലെത്തിയപ്പോൾ ഇസ്ലാം ബാക്കി ആരോപിച്ചവരില്ല എന്ന് പറഞ്ഞതുപോലെ ഏത് കാലത്തും ചർച്ചയ്ക്ക് വരാനുള്ള എന്തോ ഒരു, അത് നമ്മൾ മുസ്ലിങ്ങളായതുകൊണ്ടല്ല, ന്യൂട്രലായി ആലോചിച്ചാൽ ഏത് കാലത്തും ചർച്ചക്ക് വരുന്ന അല്ലെങ്കിൽ വിഷയീഭവിക്കുന്ന തരത്തിലുള്ള ഒരു കണ്ടന്റ്, ഒരു സ്റ്റഫ്നെസ് ഇസ്ലാമിക് ഫിലോസഫിയിൽ ഉണ്ട് എന്നുള്ളതാണല്ലോ. അത് എല്ലാ മതവിശ്വാസികളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. നിരീശ്വരവാദത്തിന്റെ കണ്ടന്റ് മുഴുവനും മാറുന്നുണ്ട്. നമ്മളെ അന്നും ഇന്നും ഒരേ വിഷയത്തിലാണ് എതിർക്കപ്പെടുന്നത്. നിരീശ്വരവാദികളുടെ കണ്ടന്റ് ദൈവമില്ല എന്നുള്ളതല്ലേ? അത് നമ്മൾ നിരീശ്വരവാദത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ പ്രസക്തമാണെന്ന് അറിയില്ല ഇപ്പോൾ ആ ചർച്ച. ആശയവാദം, അനുഭവവാദം, ശരിക്കും ഈ റാഷണലിസം എന്ന് പറയുന്ന കാര്യം നിരീശ്വരവാദവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമേ അല്ല. യുക്തിവാദം എന്നുള്ളത് യുക്തിവാദികൾ മതവിശ്വാസികളാണ്.